ഹേ ഓൾ. ഓക്കെ, തമ്മനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണില്ലേ, നമ്മളിന്ന് ഡെയ്സി ഫ്ലവർ ക്രോഷേ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ 2 അക്രിലിക്കിൻ്റെ യാൺസ്, 3mm ഹുക്ക്, സിസേഴ്സും നീഡിൽസുമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത്. ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ വേണം. അത് ചെയ്യാനായിട്ട് നമ്മൾ 2 ഫിംഗേഴ്സ് എടുക്കുക. നമ്മുടെ യാൺ ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇൻസൈഡ് ക്രോസ് ആയിട്ടും ഔട്ട് സൈഡ് പാരലായിട്ട് നിൽക്കണം. ദെൻ ഇതിൽ കാണുന്ന പോലെ നമ്മൾ ഹുക്ക് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് അടക്കുന്ന യാണ പുൾ ത്രൂ ചെയ്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ അതിനെ പുറത്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെയിൽ പാർട്ട്. മറ്റേത് വർക്കിംഗ് യാണ്. അപ്പോൾ ടെയിൽ പാർട്ട് കുറച്ചധികം ഇടുന്നത് നല്ലതാണ്, കാരണം നമ്മൾ ലാസ്റ്റ് അത് നമ്മൾ തുന്നി ചേർക്കുന്നുണ്ട്. അപ്പം ടെയിൽ പാർട്ട് കുറച്ചധികം ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഇതാണ് നമ്മുടെ വർക്കിംഗ് യാണ്. ഇനി വർക്കിംഗ് യാണ് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. നമ്മുടെ പിങ്കി ഫിംഗറിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇൻഡെക്സ് ഫിംഗറിൻ്റെ മുകളിൽ കൂടി കൊണ്ടുവരിക. അപ്പോഴത്തേക്ക് നമ്മൾ വർക്കിംഗ് യാണ് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് മനസ്സിലാവും. ദെൻ നമ്മുടെ ലൂപ്പ് നമുക്ക് സെക്യൂർ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ചെയിൻ സ്റ്റിച്ച്. അത് ചെയ്യാനായിട്ട് നമ്മുടെ യാൺ ഓവർ ചെയ്യണം, പുൾ ത്രൂ ചെയ്യണം. ഇപ്പം നമ്മുടെ മാജിക് സർക്കിൾ സേഫാണ്, കാരണം നമ്മൾ കൈ എടുത്താലും യാതൊരു പ്രശ്നവും അതിന് ഇല്ല. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് മാജിക് സർക്കിൾ. ഇനിയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ വർക്കിനനുസരിച്ച് നമുക്ക് ആ ലൂപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് ചെറുതാക്കാനോ വലുതാക്കാനോ ഒക്കെ. ഡെയ്സിയുടെ മിഡിൽ പോർഷന് ഞാൻ 11 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ലൂപ്പിനകത്തൂടെ ഹുക്ക് എടുത്ത് യാൺ പുള്ളപ്പ് ചെയ്തിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യണം. യാൺ ഓവർ ചെയ്യുന്ന നോക്കിയേ, യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ 2 2 ലൂപ്പിനകത്തൂടെ പുൾ ത്രൂ ചെയ്യണം. then again go into the loop, pull up the yarn over and pull through 2. ഞാനൊരു ബിഗിനറാണ്, അപ്പോൾ തുടക്കത്തിൽ എനിക്കും ഇതുപോലെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഹുക്കിൽ നിന്ന് യാണിങ്ങനെ തെന്നിപ്പോകുന്നതായിട്ടും പിന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ടൈറ്റായി പോകുന്നതായിട്ട് ലൂസായി പോകുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ്സ്, ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പരിപാടിയാണ്. ബൈ പ്രാക്ടീസിൽ നമുക്ക് സ്പീഡൊക്കെ അക്വയർ ചെയ്യാം. കാര്യം പറഞ്ഞ് ഡെയ്സിയുടെ കാര്യം മറന്നുപോയി. അപ്പം നമ്മൾ 11 സിംഗിൾ ക്രോഷേ ഫിനിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ടെയിൽ നമ്മളൊന്ന് നന്നായിട്ട് മുറുകെ വലിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത ചെയിൻ 1 നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ വൈറ്റ് യാണാണ് നമ്മൾ യൂസ് ആക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് വൈറ്റ് യാൺ എടുത്ത് നമ്മുടെ ഹുക്ക് യൂസ് ചെയ്ത് പുൾ ത്രൂ 2 2 ലൂപ്പിൽ കൂടിയും പുൾ ത്രൂ ചെയ്ത് എടുക്കണം. നെക്സ്റ്റ് നമ്മുടെ ഡെയ്സിയുടെ പെറ്റൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ. അതിനു മുമ്പ് എക്സസ് ആയിട്ടുള്ള യെല്ലോ യാണ് കട്ട് ചെയ്ത്, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ യാൺ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അതേപോലെയാണ് സെയിം രീതിയിൽ നമ്മൾ വൈറ്റ് യാണും അതുപോലെ പിടിക്കുക. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചെയിൻ 3 ആണ്. ചെയിൻ സ്റ്റിച്ച് 3 ടൈംസ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. 1 2 and 3. ഇനി നമ്മൾ ഡബിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യുക, അതിനുശേഷം പുൾ അപ്പ് ലൂപ്പ്, ഒരു ലൂപ്പ് പുൾ ചെയ്തെടുക്കുക, യാൺ ഓവർ പുൾ ത്രൂ 2, അഗെയിൻ യാൺ ഓവർ, ഗോ ഇൻ ടു ദ ലൂപ്പ്, പുൾ അപ്പ് എ ലൂപ്പ്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2, വീണ്ടും യാൺ ഓവർ, പുൾ ത്രൂ ഓൾ 3. ഇപ്പം നമ്മൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷയാണ് ചെയ്തത്. ശേഷം ചെയിൻ 3. ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞ ഉടനെ തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ പുള്ളപ്പ് ചെയ്ത് ഗെയിൻ ഒന്നും കൂടെ പുൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കിട്ടും. ഇതുപോലെ നമ്മൾ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു പെറ്റൽ ചെയ്തെടുത്തു. വീണ്ടും ചെയിൻ 3, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷേ സെയിം പ്ലേസിൽ തന്നെ ചെയ്യണം. വീണ്ടും ചെയിൻ 3,
വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്